എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ അനുഭവങ്ങളിൽ നിന്ന്, സ്ത്രീകളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ കാര്യങ്ങളുമായിട്ട് പലരും രംഗത്തേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ഇത് തുറന്നു പറയാനുള്ള ആർജവം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഒരു അറസ്റ്റ് ഇങ്ങനെയുള്ള ഇരകൾക്ക് അല്ലെങ്കിൽ അതിജീവിതമാർക്ക് അല്ലെങ്കിൽ മോശം അനുഭവം നേരിടേണ്ടി വന്ന സ്ത്രീകൾക്ക് ഒരു ഊർജ്ജമാകുമോ? ഈ അറസ്റ്റിന് നിങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് വലിയ ധൈര്യം തന്നെ കൊടുക്കും. കാരണം ഞാനൊക്കെ ഈ ഒരു വിഷയത്തിൽ ഒരു സമാധാനത്തോടു കൂടെ ആ വാർത്തയെ നോക്കിക്കാണുന്നത് ഇന്നാണ്. രാഹുലിൻ്റെ കേസിൽ ഒരു സമാധാനം തോന്നുന്ന നിമിഷം സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വാർത്ത കണ്ടപ്പോഴാണ്. കാരണം ഇവർ ഭയപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ്. നിയമപരമായിട്ട് ഇതിൽ മുൻ വിധികളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇയാളുടെ ഈ ഫാൻസ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഈ കൂട്ടം സൈബർ ഇടത്തിൽ വന്നിട്ട് വിക്ടിംസിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ യുദ്ധങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഇരയാണ് ഞാനെന്ന് പറയുന്നത്. 10 പേർക്കെതിരെ എനിക്ക് കേസ് തന്നെ കൊടുക്കേണ്ടി വന്നു. ആ കേസുമായിട്ട് ഞാൻ മുൻപോട്ടും പോകുന്നുണ്ട്. അപ്പം ഈ ഭയങ്ങൾ ഇനി ആവശ്യമില്ല. സർക്കാർ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശമല്ലേ കൊടുക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ പണികളൊക്കെ പുറത്ത് നിങ്ങളുടെ പബ്ലിക്കിൻ്റെ മുന്നിൽ പറയാതെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണല്ലോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളും പുറത്ത് ഈ മൂന്നാമതിപ്പോൾ വന്നിട്ടുള്ള വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും മീഡിയയ്ക്ക് പോലും കിട്ടാത്ത രീതിയിൽ അവർ ചെയ്തുകൊണ്ട് വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്.